ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്, അത് ബിൻഡോ സ്റ്റീഫൻ്റെ ഡയറക്ഷൻ, അതുപോലെ റൈറ്ററായിട്ടുള്ള ഷാരിസ് മുഹമ്മദ്, നമ്മൾ അതുപോലെ ആക്ടേഴ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സിദ്ദിഖ്, ജോണി ആൻ്റണി, ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള അതിഗംഭീരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാര്യം എനിക്ക് തോന്നുന്നു ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ദിലീപേട്ടൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊരു സിനിമ കാണുമ്പം, അതായത് കഴിഞ്ഞ കാലങ്ങളെന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഈ കുറച്ച് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനു മുമ്പ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്ന ചില സിനിമകളും അതിനുശേഷം വന്നിട്ടെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുമ്പം, അദ്ദേഹം ആദ്യകാലത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ, അതായത് അദ്ദേഹം ഒരു ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരുന്ന ആ കാലത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗണത്തിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. കാര്യം ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടതിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു കുഴപ്പമോ ഉണ്ടാവാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കാര്യം ആ സിനിമ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ലാഗുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ ചില മെസ്സേജസും കൂടെ ഈ സിനിമയ്ക്കകത്തുണ്ട്. കാര്യം നമ്മൾ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ള അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ പക്വതയോടുകൂടി വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഡയറക്ടറെ പോലെ തന്നെയാണ് ബിൻഡോ സ്റ്റീഫൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതിന് ഷാരിസ് മുഹമ്മദിൻ്റെ സ്ക്രിപ്റ്റ് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് സപ്പോർട്ട് ബിൻഡോ സ്റ്റീഫന് കൊടുക്കാനും ഷാരിസ് മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടനായാലും സിദ്ദിഖിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ദിലീപേട്ടൻ്റെ എല്ലാ സിനിമയ്ക്കകത്തെ ഒരു സ്ഥിരം സ്റ്റാർ ആണല്ലോ സിദ്ദിഖ്. അപ്പോൾ അദ്ദേഹം അത് ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ റോള് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു ഇൻ്റർവൽ എടുക്കുമ്പോൾ ഒരു ഇൻ്റർവെല്ലിൽ നിർത്തുന്ന സീൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആ സിനിമ മൊത്തത്തിൽ ഇപ്പം നമ്മളൊരു കോമഡിയാണോ എന്ന് ചോദിച്ചാൽ സിനിമ കോമഡിയാണ്, അതിനോടൊപ്പം മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ചില പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, ഒന്നോ രണ്ടോ സിനിമയെന്ന് നമുക്ക് പറയാം. അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള ഇപ്പോൾ പവി കെയർടേക്കർ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ വോയിസ് ഓഫ് സത്യനാഥൻ, അല്ലെങ്കിൽ കേശു ഈ നാഥൻ്റെ വീടിൻ്റെ നാഥൻ, അപ്പോൾ ഇതുപോലുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം വരവിൽ അദ്ദേഹം എടുത്തിരുന്ന സിനിമകളെന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമ നമുക്ക് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമ ഈ ഒരു ഗണത്തിൽപ്പെട്ട സിനിമകളൊന്നുമല്ല. ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം ഒരു കിങ് ലെയർ പോലെയോ അല്ലെങ്കിൽ ടു കൺട്രീസ് പോലെയോ മൈ ബോസ് പോലെയൊക്കെ ഉള്ള അത്രയും ഭയങ്കര ഗംഭീരമാണോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കുട്ടികളും കുടുംബവും എത്തിയ സിനിമ കാണാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സാധാരണ സിനിമയ്ക്കകത്തൊക്കെ പലരും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് വരത്തില്ല. കാര്യം എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. മാന്യമായിട്ടുള്ള രീതിയിൽ മര്യാദയ്ക്കുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ പറ്റും. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അതുകൂടാതെ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ അഭിപ്രായത്തോടുകൂടി ആ സിനിമയ്ക്ക് കാണാൻ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുകയും ഈ സിനിമ ദിലീപേട്ടൻ്റെ മുൻകാല സിനിമകളെ പോലെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ അത് സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും ഈ സിനിമയെ ഒരു വലിയ വിജയമായി തീരട്ടെ. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് പ്രിൻസ് ആൻഡ് ദ ഫാമിലിയും കൂടെ എത്തിച്ചേരട്ടെ. താങ്ക് യു.